ഷീജ, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ ഇന്ന് വരില്ല എന്നതാണ്. എന്താണ് ഇന്ന് ഹാജരാവാതിരിക്കാൻ കാരണമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ക്യാമ്പ് പറയുന്നത്? ഗുഡ് മോർണിംഗ് മനു. ഏതായാലും രാഹുൽ മാങ്കൂട്ടം ഇന്നിപ്പോൾ ഹാജരാകില്ല എന്നുള്ള കാര്യം തന്നെ ഒരു കുറച്ച് സമയം മുൻപാണ് അതിലൊരു വ്യക്തത വരുന്നത് പോലും. വലിയ തോതിലുള്ള ഒരു ആശയക്കുഴപ്പം രാഹുൽ ഇന്ന് തിരുവനന്തപുരത്തേക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടി എത്തുമോ എന്ന കാര്യത്തിൽ നിലനിന്നിരുന്നു. നിലവിലിപ്പോൾ പറയുന്നത് രാഹുലിന്റെ ക്യാമ്പ് പറയുന്നൊരു വിവരമെന്ന് പറയുന്നത് നോട്ടീസ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, നോട്ടീസ് രാഹുലിന് ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഹാജരാകാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ലൈംഗികാരോപണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കേസ് നടപടികളടക്കം ആരംഭിച്ചിട്ടുള്ള ഒരു ഘട്ടം കൂടിയാണ്. അത്തരത്തിലൊരു ഘട്ടത്തിൽ ഈ ഒരു മറ്റൊരു കേസ്, അതും മറ്റൊരു പ്രധാനപ്പെട്ട കേസ്, വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഹാജരാകാനായി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അത് വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതിൽ രാഹുലിന് തന്നെ ഒരു തരത്തിലുള്ള സംശയവുമില്ല. ഇപ്പോൾ നമുക്കറിയാം ആ വീട്ടിൽ നിന്നും, അടൂരിലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്തൊരു സാഹചര്യമാണ് രാഹുൽ. ആ രീതിയിലാണ് രാഹുലിന്റെ മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്. പക്ഷേ കൃത്യമായ രീതിയിൽ തന്നെ നടപടികൾ, നീക്കങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് തന്നെയാണ് രാഹുൽ നടത്തുന്നത്. പക്ഷേ ഇത് കൃത്യമായ രീതിയിൽ അതിനെതിരെയുള്ള നടപടികളുമായി ഏതൊക്കെ തരത്തിലാണോ കേസിന്റെ നടപടികൾ പോകേണ്ടത് ആ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും വ്യാജ വോട്ടർ ഐ ഡി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാം പ്രതിയുടെ ഫോൺ രേഖകളിൽ നിന്നും ചില സംഭാഷണങ്ങൾ ലഭിച്ചിരുന്നു. അതിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാഹുലിനെ അടിയന്തരമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ രാഹുൽ ഇവിടെ ഹാജരാകാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അടുത്ത ഘട്ടം എന്ന രീതിയിൽ അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് എത്താനുള്ള സാധ്യതകൾ അടക്കം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക വിവരങ്ങൾ രാഹുലിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ലഭിക്കൂ എന്നുള്ളതാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും, ആ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പ്രതിപട്ടികയിലേക്ക് രാഹുലിനെ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മനു, ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഷീജ, ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കുരുക്കുകൾ കൂടുതൽ ശക്തമായി മുറുക്കിയിരിക്കുന്നു എന്നാണല്ലോ. കാരണം ക്രൈംബ്രാഞ്ച് ഇന്നലെ വ്യാപകമായ പരിശോധന രാഹുലുമായി അടുത്ത ബന്ധമുള്ള ആളുകളുടെ വീടുകളിൽ നടത്തിയിരുന്നല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഫോൺ പിടിച്ചെടുക്കേണ്ടത് അടക്കമുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് ഇന്നലെ പോകുന്നത് കണ്ടു. നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്താണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്റെ മുൻപിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ ഇന്നലെ കൂടുതൽ ഊർജിതമാക്കിയത് എന്നല്ലേ? തീർച്ചയായും മനു, അത് അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. കാരണം ഈ മൂന്നാം പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രേഖകൾ അത് തന്നെയാണ് ഇതിൽ വലിയ ഒരു വഴിത്തിരിവ് നിർണായകവുമാകുന്നത്. അതിൽ രാഹുലിന്റെ പേരടക്കം പരാമർശിക്കുന്നുണ്ട്. അതിന് സമാനമായ രീതിയിൽ രാഹുലിലേക്ക് എത്തുന്ന പല വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഏതായാലും ക്രൈംബ്രാഞ്ച് സംഘം പുറത്തുവിടാൻ തയ്യാറല്ല. അത് കേസന്വേഷണത്തെ ബാധിക്കും എന്നുള്ള കാര്യമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഏതായാലും ലഭിച്ചിട്ടുള്ള കൂടുതൽ തെളിവുകളുടെ രാഹുലിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തുന്നു എന്നതിന്റെയും പശ്ചാത്തലത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം വ്യാപകമായിട്ടുള്ള ഈ ഒരു പരിശോധന ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പരിശോധനയിലും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് രാഹുലിനെ ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം വരുന്നത്. പക്ഷേ രാഹുൽ എത്താത്തൊരു സാഹചര്യത്തിൽ അടുത്ത നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യൽ, അതിനാണ് അന്വേഷണ സംഘം പ്രാധാന്യം നൽകുന്നത്. ആ രീതിയിലുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് തന്നെയാണ് അതുകൊണ്ട് അന്വേഷണ സംഘം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ രാഹുലിനെ പ്രതി ചേർക്കുന്ന നടപടികളിലേക്ക് കടക്കുവാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് സാധിക്കുകയുള്ളൂ. രാഹുൽ നിസ്സഹരണം തുടരുകയാണെങ്കിൽ അടുത്ത ഘട്ട നടപടികളിലേക്ക് കടക്കുവാൻ കൂടിയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മനു.